എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള BSc നഴ്സിംഗ് എൻട്രൻസ് പരീക്ഷ നടത്താനുള്ള തീരുമാനം മാറ്റിവെച്ചു. അപ്പോൾ ഇത്തവണയും BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. നിലവിൽ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് പ്രത്യേകമായിട്ട് ഒരു എൻട്രൻസ് ടെസ്റ്റ്, അതായത് പ്രവേശന പരീക്ഷ നടത്തണമെന്ന് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 വർഷമായിട്ട് ഈ ഒരു നഴ്സിംഗ് കൗൺസിൽ ഈ ഒരു രീതിയിൽ എക്സാം നടത്തണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ വിവിധ സംസ്ഥാനങ്ങൾ ഇനിയും ഈ ഒരു പരീക്ഷ നടത്താത്ത സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ടെന്നും അതുപോലെ തന്നെ അതിനാൽ തന്നെ ഇത്തവണയും ഈ ഒരു രീതിയിൽ, അതായത് +2 സ്കോർ അടിസ്ഥാനപ്പെടുത്തിയിട്ട് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തിയാൽ മതിയെന്നുമാണ് ഇപ്പോൾ വന്നിട്ടുള്ള തീരുമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണയും വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതല്ല. നിലവിൽ പല വിദ്യാർത്ഥികളും BSc നഴ്സിംഗ് കോഴ്സിലേക്ക് നീറ്റ് ആവശ്യമായിട്ടുണ്ടാകുമെന്ന് കരുതി നീറ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസസിൽ BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കുന്നതിനായിട്ട് നീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ കർണാടകയിലും ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നീറ്റ് പാസ്സായിട്ടുണ്ടായിരിക്കണം. അല്ലെങ്കിൽ ആ ഒരു കർണാടകയുടെ ആ ഒരു എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, അപ്പോൾ ആ ഒരു ടെസ്റ്റ് പാസ്സായിട്ടുണ്ടായിരിക്കും. ഈ ഒരു 2 നിബന്ധനകളാണ് കർണാടകത്തിലെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നീറ്റ് എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് മിലിറ്ററി നഴ്സിംഗ് സർവീസസിലൊക്കെ നഴ്സിംഗ് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതായത് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള അപേക്ഷകൾ LBS സെൻ്ററാണ് നടത്തുക. അപ്പോൾ നിലവിൽ ഈ ഒരു പ്രവേശന പരീക്ഷ നിർത്തി, അതായത് പ്രവേശന പരീക്ഷ നടത്തേണ്ട എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ, കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു എക്സാമിനേഷൻ ഏത് ഏജൻസിയെ ഏൽപ്പിക്കണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള കുറേ പഠനങ്ങൾ ബാക്കിയുള്ളത് കൊണ്ടാണ് ഈ ഒരു ഇത്തവണയും എക്സാമിനേഷൻ വേണ്ട എന്നുള്ള കാര്യത്തിൽ ആ ഒരു തീരുമാനം എടുത്തിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണയും ഈ ഒരു പ്രവേശനം നടത്തപ്പെടുക. അതായത് വിദ്യാർത്ഥികളുടെ ഫിസിക്സ്, കെമിസ്ട്രി, അതായത് നിങ്ങൾക്കറിയാം +2 ഇപ്പോൾ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഫിസിക്സ്, അതുപോലെ തന്നെ കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാർത്ഥികൾക്ക് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം നൽകപ്പെടുക. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയുടെ പ്രാക്ടിക്കൽ, തിയറി, അതുപോലെ CE മാർക്ക് ടോട്ടൽ 120 ഉണ്ടാവുക. 3 സബ്ജക്റ്റിൻ്റെയും മാർക്ക് നോക്കുമ്പോൾ 360 ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു 120 വരുന്ന സബ്ജക്റ്റിനെ 100 കൺവേർട്ട് ചെയ്യും. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് ആ ഒരു 300 ഏത് ഇൻഡെക്സ് മാർക്കാണോ ലഭിക്കുന്നത്, അതായത് ഈ ഒരു 300 കൺവേർട്ട് ചെയ്യുമ്പോൾ എത്രയാണ് ലഭിക്കുന്നത്, ആ 360 നിങ്ങൾക്ക് എത്ര കിട്ടി, അതിനെ 300 കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്രയാണ് ആ ഒരു മാർക്ക് കിട്ടുന്നത്, അതാണ് നിങ്ങളുടെ ഇൻഡെക്സ് സ്കോറായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആ ഒരു ഇൻഡെക്സ് സ്കോറിൽ നിങ്ങൾക്ക്, അതായത് നിലവിൽ കുറേ വിദ്യാർത്ഥികൾക്ക് സെയിം ഇൻഡെക്സ് സ്കോറാണ്, അതായത് 300 അധിക വിദ്യാർത്ഥികളുടെയും ഇൻഡെക്സ് സ്കോർ എങ്കിൽ ആ ഒരു വിദ്യാർത്ഥികളുടെ ഈ ഒരു ബയോളജിയുടെ മാർക്ക് നോക്കും, അതിനുശേഷം കെമിസ്ട്രിയുടേത് നോക്കും, അതുപോലെ ഫിസിക്സിൻ്റേത് നോക്കും. ഇതിൽ എവിടെയെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ആർക്കാണോ കൂടുതലായിട്ട് മാർക്കുള്ളത്, ആ ഒരു സബ്ജക്റ്റ് ബയോളജിക്ക് കൂടുതലുള്ളത്, കെമിസ്ട്രിക്ക് കൂടുതലുള്ളത്, അതുപോലെ ഫിസിക്സിന് കൂടുതലുള്ളത് എന്നുള്ളത് ഈ ഒരു യഥാക്രമം ആദ്യം ചെക്ക് ചെയ്ത് നോക്കും. അപ്പോൾ ആർക്കാണ് ആദ്യം ബയോളജിക്ക് കൂടുതലുണ്ടെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്കായിരിക്കും മുൻഗണന ഉണ്ടാവുക. അതേസമയം രണ്ടാക്കും സെയിം മാർക്കാണെങ്കിൽ കെമിസ്ട്രിയുടേത് നോക്കും, കെമിസ്ട്രിക്കും സെയിം മാർക്കാണെങ്കിൽ ഫിസിക്സിൻ്റേത് നോക്കും, ഫിസിക്സിൻ്റേതും സെയിം ആയിട്ടാണ് വരുന്നതെങ്കിൽ ആ ഒരു വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിൽ എത്രയാണെന്നുള്ളത് നോക്കും. അതിനുശേഷം അതും സെയിം ആണെങ്കിൽ നേരെ നിങ്ങളുടെ ആ ഒരു ടോട്ടലായിട്ട്, അതായത് 2 വർഷം കൂടി 1200 ആർക്കാണോ കൂടുതൽ എന്നുള്ളത് നോക്കും. അപ്പോൾ അതിൽ ആർക്കെങ്കിലും വ്യത്യാസമുണ്ടാകും. അപ്പോൾ അങ്ങനെ ആ ഒരു വിദ്യാർത്ഥിക്കായിരിക്കും ആ ഒരു റാങ്ക് ലിസ്റ്റിൽ മുൻഗണന ലഭിക്കുക. അതായത് ഫസ്റ്റ്, ഉദാഹരണത്തിന് ഇപ്പോൾ 1ാമത്തെ റാങ്ക് 300 കുറേ വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ അതിൽ ആ ഒരു വിദ്യാർത്ഥിക്കായിരിക്കും 1ാം റാങ്ക് ആയിട്ട് വരിക. ഈ ഒരു രീതിയിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുക, അതായത് ഇൻഡെക്സ് സ്കോറിൽ വെച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ +2 മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രവേശനം നൽകപ്പെടുക, അതായത് ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം നൽകുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് LBScenter.in എന്ന വെബ്സൈറ്റ് വഴിയാണ് വിദ്യാർത്ഥികൾ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റ് ഡിഗ്രി, അതായത് ഈ ഒരു പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഘട്ടത്തിൽ തന്നെ അപേക്ഷ നൽകുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നിലവിൽ മാനേജ്മെൻറ്റ് കോട്ട പ്രവേശനത്തിനായിട്ട് അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക്, അതായത് PNC മേഖല, അതുപോലെ തന്നെ
CFNCK, അതായത് CSFNCK എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അസോസിയേഷൻ ഉണ്ട്. അതായത് പ്രൈവറ്റ് മാനേജ്മെൻറ്റ് കോളേജുകളുടെ അസോസിയേഷൻസ് ഉണ്ട്. അതുവഴിയായിരുന്നു നേരത്തെ മാനേജ്മെൻറ്റ് സീറ്റുകൾ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത്തവണ ഒരു മാനേജ്മെൻറ്റ് അസോസിയേഷൻ വഴി ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം നടക്കുന്നതായിരിക്കില്ല. കാരണം നിലവിൽ അതുവഴി നടത്തേണ്ട എന്നുള്ളത് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം പ്രവേശന ഫീസായിട്ട്, അതായത് നിങ്ങൾക്ക് ഒരു അസോസിയേഷനിൽ തന്നെ നിരവധി കോളേജ് ഉണ്ടാകും. അപ്പോൾ ഒരു ടോട്ടലായിട്ട് ഫീസ് ഏകദേശം 800 രൂപയോളമാണ് ഫീസായിട്ട് വരുന്നത്. അപ്പോൾ ഒരു പൈസയ്ക്ക്, അതായത് ഇങ്ങനെ പ്രവേശന നടപടികൾ നടത്തുമ്പോൾ ഒരു പ്രവേശന ഫീസായിട്ട് കിട്ടുന്ന തുകയ്ക്ക് GST അടക്കണമെന്ന് സംസ്ഥാന ഗവൺമെൻറ് അതായത് GST വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയൊരു ബാധ്യത ആകുമെന്നത് കൊണ്ട് തന്നെ ഇത്തവണ അതായത് പ്രവേശന പരീക്ഷ വഴി, അതായത് പ്രവേശന പരീക്ഷയല്ല, അലോട്ട്മെൻറ്റ്, അതായത് കേന്ദ്രീകൃത അലോട്ട്മെൻറ്റ് വഴി അസോസിയേഷനുകൾ അലോട്ട്മെൻറ്റ് നടത്തേണ്ട എന്നുള്ളത് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് സീറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ അതത് കോളേജുകളിൽ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകേണ്ടതായിട്ട് വരും. ചിലപ്പോൾ വെബ്സൈറ്റ് വഴിയായിരിക്കും, ചിലപ്പോൾ നേരിട്ട് പോയിട്ട് അപേക്ഷ നൽകേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ അതുവഴി പ്രവേശനം നേടുന്നുണ്ടെങ്കിൽ, അതായത് മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് പ്രവേശനം നേടുന്നുണ്ടെങ്കിൽ അതത് കോളേജുമായിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ ഏകദേശം ജൂൺ മാസത്തോടെയാണ് BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇത്തവണ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ പ്രവേശന പരീക്ഷ നടത്താതെയുള്ള പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നഴ്സിംഗ് രജിസ്ട്രേഷൻ നൽകില്ല എന്നുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതായത് കേരളം ഇതിനായിട്ട് ഒരു ഇളവിനായിട്ട് അപേക്ഷ സമർപ്പിക്കുകയും നിങ്ങൾക്ക് രീതിയിൽ നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഒരു കോഴ്സിന് അനുമതി ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ ലഭിക്കില്ലല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട യാതൊരുവിധ ആവശ്യം ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.